ഹായ്, ഇന്നത്തെ യാത്ര കെ.എസ്.ആർ.ടി.സി ലിങ്ക് ബസ്സിലാണ്. ആദ്യമായിട്ടാണ് ലിങ്ക് ബസ്സിൽ കയറുന്നത്. കെ.എസ്.ആർ.ടി.സിയുടെ ഏറ്റവും പുതിയൊരു സർവീസാണ് ലിങ്ക് ബസ്. ഞാനിപ്പോൾ പാലായിൽ നിന്ന് കോട്ടയത്തേക്കാണ് പോകുന്നത്. 45 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. നല്ല അടിപൊളി ബസ്സാണ് ഇത്. ഈ ബസ്സിൽ ആദ്യമായിട്ടാണ് ഞാൻ കയറുന്നത്. നമുക്ക് ചാർജിങ് പോയിൻ്റൊക്കെ ഉണ്ട്. ഓരോ സീറ്റിലും നമുക്കിതുപോലെ ചാർജിങ് പോയിൻ്റ് ഉണ്ട്. നമ്മുടെ കേബിൾ ഉപയോഗിച്ച് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് വളരെ ഉപകാരപ്പെട്ട ഒരു സംഭവമാണ്. നമ്മൾ ഒരുപാട് ട്രാവലൊക്കെ ചെയ്യുമ്പം ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ഫോണിൻ്റെ ചാർജ് തീർന്നു പോകുക എന്നുള്ളത്. ബസ്സിൽ ഈ സൗകര്യമുള്ളത് വളരെ പ്രയോജനകരമാണ്. എല്ലാ ബസ്സിലും ഈ ഒരു സൗകര്യം വേണമെന്നാണ് എൻ്റെ ഒരു ആവശ്യം. ഇപ്പോൾ നമ്മൾ പാലായിലൂടെയാണ് പോകുന്നത്, കോട്ടയത്തേക്കാണ് പോകുന്നത്. ഈ ബസ് പാലാ തിരുവനന്തപുരം ലിങ്ക് ബസ്സാണ്. ലിങ്ക് ബസ്സിൻ്റെ മീനിങ് എന്നാണെന്ന് എനിക്കറിയത്തില്ല. എന്തെങ്കിലും അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ പാലാ കോട്ടയം റൂട്ടിലുള്ള ബസ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പാലാ അരുണാപുരത്ത് ബസ് എത്തിയിരിക്കുകയാണ്. വളരെ മനോഹരമായ പാട്ടൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് ബാക്കി സൗണ്ടുകളൊന്നും കേൾപ്പിക്കാൻ സാധിക്കാത്തത്. അടിപൊളി. ഈ ബസ് ഇത്രയും ഭയങ്കര ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് ഉള്ളതുകൊണ്ടാണ് തോന്നുന്നത്. ഭയങ്കര റേറ്റാന്ന് പറഞ്ഞുകൊണ്ട് ആരും കയറാതിരിക്കുന്നത്. സീറ്റെല്ലാം കാലിയാണ്. 45 രൂപയാണ് പാലാ കോട്ടയം റേറ്റ് വരുന്നത്. അതായത് നോർമൽ ഫാസ്റ്റ് പാസഞ്ചറിൻ്റെ അതേ റേറ്റ് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പോരായ്മ എന്നാണ് തോന്നിയത് എനിക്ക് ഈ സീറ്റിങ് പക്ക ഒരു ലോക്കൽ ഫീലിംഗ് ആണ്. പക്ഷേ ബസ് അടിപൊളിയാണ്. നല്ല കളർഫുള്ള്, നല്ല ഗ്ലാസ്സൊക്കെ ഇട്ട്, ഗ്ലാസ്സിൽ കട്ടനൊക്കെ ഉണ്ടായിരുന്നു. ഇച്ചിരിയും കൂടെ അടിപൊളിയായേനെ. ഇതിപ്പോൾ വെയിലൊക്കെ വരുമ്പോൾ ഭയങ്കര പാടാണ് യാത്ര ചെയ്യാൻ. ഒന്ന് ഗ്ലാസ്സാണ്, ഷട്ടറല്ലല്ലോ. ഇപ്പോൾ മറ്റേ AC ബസ്സായിരുന്നേ കുഴപ്പമില്ല. ആ AC ബസ്സിലെ പോലെ കട്ടണം. ഇപ്പം നമ്മൾ പാലാ ഇരാറ്റുപേട്ട റൂട്ടിലെ പാലാ കോട്ടയം റൂട്ടിലെ ഏറ്റവും മനോഹരമായ റൂട്ടിലൂടെ യാത്ര ചെയ്യുകയാണ്. മുത്തോലി എന്ന് പറയും. ഇത് കണ്ടില്ല, ഈ റോഡിൻ്റെ സൈഡിലൊക്കെ നല്ല അടിപൊളി ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഏറ്റവും മനോഹരമായൊരു സ്ഥലമാണ്. ഈ പാലാ കോട്ടയം റോട്ടിലെ ഒരു റോഡാണിത്, മുത്തോലി റോഡ്. ആറ്റുതീരം എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് ഇന്ത്യാർ ഫാക്ടറിയാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. ഇപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ഇന്ത്യാർ ഫാക്ടറി കാണാൻ പറ്റും. അടിപൊളിയാണ്. ഈ കാണുന്നതാണ് ഇന്ത്യാർ ഫാക്ടറി. ഇവരുടെ സംഭാവനയാണ് ഈ സ്ഥലത്ത്. അതുപോലെയുള്ള നല്ല പുല്ലുകളും അടിപൊളി സംഭവം ഡെക്കറേഷനെല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്. വണ്ടി അങ്ങനെ കോട്ടയം ലക്ഷ്യമാക്കി പോവുകയാണ്. പോകുന്ന വഴിക്കെല്ലാം നല്ല അടിപൊളി നല്ല റൂട്ടാണ് കോട്ടയം. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും നല്ല റോഡുകൾ വേണമെങ്കിൽ കോട്ടയം ജില്ലയിലെ റോഡുകൾ എന്ന് പറയാം. അടിപൊളി റോഡുകളാണ്. ഇത്ര അടിപൊളി റോഡുകൾ കേരളത്തിൽ വേറൊരിടത്ത് ഞാൻ കണ്ടിട്ടില്ല യാത്ര ചെയ്തിട്ട്. അപ്പോൾ ഇവിടത്തേക്ക് സ്റ്റേറ്റ് ഹൈവേക്കൊക്കെ ശരിക്കും നാഷണൽ ഹൈവേയുടെ വീതി തന്നെയുണ്ട് കോട്ടയം ജില്ലകളിലെ റോഡുകളിൽ. കോട്ടയം ജില്ലയിലെ ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രകളെല്ലാം വളരെ മനോഹരമായ യാത്രയാണ്. അങ്ങനെ വണ്ടി നമ്മുടെ ചേർപ്പുങ്കലെത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ മാർസ്ലീവ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. ഇവിടുന്ന് ഇടത്തോട്ട് പോകണം. അവിടെയാണ് മാർസ്ലീവ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ബസ് പോവുകയാണ്. ബസ്സിൽ അടിപൊളി പാട്ടൊക്കെ കേട്ട്, പിന്നെ ബസ്സിലെ TV ഒക്കെ ഉണ്ട്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ബസ്സിൻ്റെ ഫ്രണ്ടിൽ പോയിരുന്നു. ഫ്രണ്ടിലിരുന്നുള്ള യാത്ര അടിപൊളിയാണ്. നല്ല CCTV ഉണ്ട്. പിന്നെ ഡ്രൈവർക്ക് സംസാരിക്കാനുള്ള മൈക്കുണ്ട്. അങ്ങനെ ഒരുപാട്, പിന്നെ ഏതാണ്ട് കുറേ ലൈറ്റുകളും ഇതൊക്കെയുണ്ട്. വാർണിംഗ് ലൈറ്റുകൾ, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നതാണ്. പക്ഷേ ഇതൊന്നും യൂസ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. CCTV ഉണ്ട്. ഇത് നമ്മുടെ വണ്ടിയുടെ നമ്പർ. ഫ്രണ്ടിൽ തന്നെ ഒരു ഇൻഡിക്കേഷൻ ലൈറ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ വണ്ടി കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ വണ്ടിക്ക്. ഇപ്പോൾ KSRTCയിൽ ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇറങ്ങിയൊരു ബസ്സാണ്. ഇതേപോലത്തെ ഒരു ബസ്സാണ് മറ്റേ AC ബസ്. അടിപൊളിയാണ് ആ ബസ്സിൽ യാത്ര. പക്ഷേ അതിന് ഇച്ചിരി റേറ്റ് കൂടുതലാണ്. പക്ഷേ നല്ല ലുക്കുള്ള ഒതുങ്ങിയൊരു ബസ്സാണ്. ബസ് അങ്ങനെ ഓരോ ടൗണുകളും കയറി ഇങ്ങനെ ബസ് നീങ്ങിയിരിക്കുക. അങ്ങനെ ഫൈനലി ബസ് ഏറ്റുമാനൂരെത്തിയിരിക്കുകയാണ്. ഈ ഏറ്റുമാനൂരെത്തുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലൊക്കെ വരും. കോട്ടയം ജില്ലയിലെ ഒരു വൃത്തിയില്ലാത്തൊരു ടൗൺ എന്ന് വേണം പറയാം. ഭയങ്കര മീനിൻ്റെ മണവും ഒക്കെ, ഭയങ്കര സ്മെല്ല് വരും ഭയങ്കരമായിട്ട്. അങ്ങനെ ഏറ്റുമാനൂർ ചന്തയിലൂടെ ബസ് പോവുകയാണ്. ഏറ്റുമാനൂർ സ്റ്റാൻഡ് ലക്ഷ്യമാക്കിയാണ് ബസ് പോകുന്നത്. ഇതാണ് ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡ്. കോട്ടയം ജില്ലയിലെ ട്രാഫിക് ബ്ലോക്കൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഏറ്റുമാനൂർ. അങ്ങനെ ഏറ്റുമാനൂർ സ്റ്റാൻഡിലേക്ക് ബസ് കയറി. ഇനി അടുത്ത വലിയൊരു ടൗണാണ് കോട്ടയം ടൗണ്.
കോട്ടയത്തിനും പാലയ്ക്കും ഇടയ്ക്കാണ് ഏറ്റുമാനൂർ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ബസ് നീങ്ങി തുടങ്ങി. ഈ പോകുന്ന വഴിക്കാണ് കാരിത്താസ് ഹോസ്പിറ്റൽ, കാരിത്താസ് മാതാ ഹോസ്പിറ്റൽ, മിറ്റേര ഹോസ്പിറ്റൽ, അങ്ങനെ 3 ഹോസ്പിറ്റലുകളൊക്കെ ഒരുമിച്ച് സ്ഥിതി ചെയ്യുന്നത് കാണാം. അത് തെള്ളകം എന്ന് പറയുന്ന സ്ഥലത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ എല്ലാ ഫ്രണ്ടിൽ കൂടെയാണ് ഈ ബസ് പോകുന്നത്. ബസ് കാലിയാണ്, ഒറ്റ മനുഷ്യനില്ല. ബസ്സിൻ്റെ റേറ്റ് ഭയങ്കര കൂടുതലാണെന്ന് ഓർത്തുകൊണ്ടായിരിക്കും പബ്ലിക്കൊന്നും അങ്ങനെ കയറുന്നില്ല ഈ ബസ്സിൽ. പക്ഷേ ഈ ബസ്സിൽ റേറ്റ് പാസഞ്ചറിൻ്റെ റേറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ ആൾക്കാർക്കതറിയില്ല. ആൾക്കാർ കാണുമ്പോൾ ഇച്ചിരി ലക്ഷറീസ് തോന്നുന്നതുകൊണ്ട് റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും എന്ന് ഓർത്തുകൊണ്ട് ആരും കയറുന്നില്ല ബസ്സിൽ. അത് കാരണം നമുക്ക് നല്ല യാത്രാസുഖം, ഒറ്റ മനുഷ്യനില്ല, ഒരു സീറ്റിലൊക്കെ ഒരാളൊക്കെ ഉള്ളൂ. അതാണ് വിശാലമായിട്ടിരുന്ന് നല്ല പാട്ടൊക്കെ കേട്ട് യാത്ര ചെയ്യാം, അടിപൊളിയാണ്. ഈ ബസ്സിൽ 1-2 സജഷൻസ് പറയുവാണെങ്കിൽ ഈ ബസ്സിന് കർട്ടൺ ഇടുവാണെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സീറ്റിംഗ് എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. വളരെ ഡ്രൈവറുടെ സീറ്റൊക്കെ അടിപൊളി സീറ്റാണ്, പക്ഷേ പാസഞ്ചറിൻ്റെ സീറ്റ് ഒരു വലിയ രസമുള്ള സീറ്റല്ല. അങ്ങനെ ചെറിയ പട്ടണങ്ങളിലൂടെ കയറി നമ്മുടെ ബസ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്ക് നമ്മുടെ ബസ് കോട്ടയത്തെത്തുകയാണ്. അതേ കോട്ടയത്തെത്തി. ഇതാണ് നാഗമ്പടം പാലം, ഇതാണ് മീനച്ചിലാറിൻ്റെ മുകളിലൂടെ നമ്മൾ പോവുകയാണ്. ഇവിടെ 2 പാലമുണ്ട്. ഇതൊരു ചെറിയൊരു പാലം, ഇപ്പുറത്താണ് നാഗമ്പടത്തെ പുതിയ പാലം. അതിൻ്റെ സൈഡിലാണ് മറ്റേ അന്ന് ബോംബ് വെച്ച് തകർക്കാൻ നോക്കിയ പാലം ഉള്ളത്. അതാ പുതിയ പാലത്തിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. അതിൻ്റെ സൈഡിലാണ് മറ്റേ ബോംബ് വെച്ച് തകർത്ത പാലം ഉള്ളത്. ഇവിടെയാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഷോർട്ട് കട്ടാണ്. ഇവിടെ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് നടന്ന് ആ ഫ്ലൈ ഓവർ കയറി ചെന്ന് കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലെത്താം. ഇപ്പോൾ നമ്മൾ ഓക്സിജൻ്റെ ഫ്രണ്ടിലോട്ട് കിടക്കാൻ പോവുകയാണ്. ഇവിടെ നമുക്ക് അക്ഷരനഗരി എന്ന് എഴുതിയേക്കുന്ന ഒരു ബോർഡൊക്കെ കാണാൻ ഇപ്പോൾ സാധിക്കുന്ന ഒരു റൗണ്ടാനയിലേക്ക് നമ്മളിപ്പോൾ ചെല്ലും. അവിടെ വെച്ച് നമുക്ക് അക്ഷരനഗരി എന്ന് എഴുതിയേക്കുന്ന ഒരു ബോർഡൊക്കെ കാണാൻ സാധിക്കും. നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന ബസ് തിരുവനന്തപുരത്തേക്കുള്ളൊരു സൂപ്പർ ഫാസ്റ്റ് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് എഡിഷൻ ബസ്സാണ്. അടിപൊളി ബസ്സാണ്. ആ ബസ്സിൽ ഒരിക്കലും ഒന്ന് യാത്ര ചെയ്യണം. ഇപ്പോൾ 2 തിരുവനന്തപുരം വണ്ടികൾ ഒരുമിച്ച് പോവുകയാണ്. അങ്ങനെ നമ്മൾ ആ റൗണ്ടാനയിലെത്തി. ഇത് ഓക്സിജൻകാർ സ്പോൺസർ ചെയ്തേക്കുന്ന ഒരു റൗണ്ടാനയാണ്. ഇനി നമ്മൾ പോകുന്ന ബേക്കറി ജംഗ്ഷനിലാണ്. ഞാൻ ബേക്കറി ജംഗ്ഷനിലേക്കാണ് ഇറങ്ങുന്നത്. ബേക്കറി ജംഗ്ഷനാണ് നമ്മുടെ കോട്ടയത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മറ്റേ പടവലം പന്തൽ സ്ഥിതി ചെയ്യുന്നത്. പടവലം പന്തൽ ലക്ഷ്യമാക്കി ബസ് നീങ്ങുകയാണ്. അങ്ങനെ ഫൈനലി പടവലം പന്തലിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ബസ്സിൽ നിന്ന് ഇറങ്ങി ഇനി അടുത്ത